ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ യോഗം നാളെ ചെന്നൈയിൽ നടക്കും. ദേശീയ തലത്തിൽ അംഗത്വ ക്യാമ്പയിനും സംസ്ഥാന കമ്മിറ്റി രൂപവത്കരണങ്ങളും പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് കൗൺസിൽ യോഗം. പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ദേശീയ നേതൃത്വം തുടരാനാണ് സാധ്യത. ദേശീയ ജനറൽ സെക്രട്ടറിയായി പി.കെ. കുഞ്ഞാലിക്കുട്ടി തുടരുമോ? കഴിഞ്ഞ ദേശീയ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ലീഗിന് സാധിച്ചോ? കൂടുതൽ വനിതാ പ്രാതിനിധ്യം ദേശീയ തലത്തിൽ ഉൾപ്പെടെ ഉണ്ടാകുമോ? ഇതിനെല്ലാം ഉത്തരം ചെന്നൈയിൽ നടക്കുന്ന ദേശീയ കൗൺസിലിൽ അറിയാമെന്നാണ് അണികളുടെ പ്രതീക്ഷ. ഒപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ വഖഫ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിലപാട് ശക്തമാക്കിക്കൊണ്ട് സജ്ജമാവുകയാണ് ലീഗിന്റെ ലക്ഷ്യം. കെ.എം. ഖാദർ മൊയ്തീൻ പ്രസിഡന്റും പി.കെ. കുഞ്ഞാലിക്കുട്ടി ജനറൽ സെക്രട്ടറിയുമായ നിലവിലെ നേതൃത്വത്തിന് സംഭവബഹുലമായ രാഷ്ട്രീയ മുന്നേറ്റം നടത്താൻ സാധിച്ചെന്നാണ് പാർട്ടിയുടെ അവകാശവാദം. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച 3 ലോക്സഭാ അംഗങ്ങളടക്കം 5 എം.പിമാർ ഡൽഹിയിലെ കായിദെ മില്ലത്ത് ദേശീയ ആസ്ഥാന മന്ദിരം യാഥാർത്ഥ്യമാക്കി. പൗരത്വ വഖഫ് നിയമ ഭേദഗതികളിൽ നിയമപോരാട്ടം നടത്തി തുടങ്ങിയതുൾപ്പെടെ നേതൃത്വത്തിൻ്റെ നേട്ടപ്പട്ടികയിലുണ്ട്. ഒരു ഘട്ടത്തിൽ ഇനി നേതൃത്വത്തിൽ ഉണ്ടാകില്ലെന്ന് പറഞ്ഞെങ്കിലും പാർട്ടി കീഴ്വഴക്കമനുസരിച്ച പി.കെ. കുഞ്ഞാലിക്കുട്ടി തുടരാൻ തന്നെയാണ് സാധ്യത. ദേശീയ തലത്തിൽ ഉൾപ്പെടെ നേട്ടങ്ങൾ വിവരിക്കുമ്പോഴും കുറഞ്ഞ വനിതാ പ്രാതിനിധ്യം ഉൾപ്പെടെ ചർച്ചയാകുന്നുണ്ട്. കേരളത്തിലെ സമസ്തയുമായുള്ള ഭിന്നതയിൽ ഒരു ശാശ്വത ഫോർമുലയും ലീഗിന് കണ്ടെത്തേണ്ടതുണ്ട്. ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ സംഘടനയ്ക്ക് സാന്നിധ്യമുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സ്വാധീന ശക്തിയാവാൻ ലീഗിന് സാധിച്ചിട്ടില്ല. ദേശീയ തലത്തിലെ രാഷ്ട്രീയ പോരാട്ടങ്ങൾ കോടതി തലത്തിൽ മാത്രം ഒതുങ്ങുന്നുവെന്ന വിമർശനവുമുണ്ട്. നിലവിലുള്ള നേതൃത്വത്തിന് ഈ പോരായ്മകൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന ഒരു വിഭാഗത്തിന് അഭിപ്രായമുയർന്നിരുന്നു. ഈ കുറവുകളൊക്കെ നികത്തുന്നത് ദേശീയ കൗൺസിലിൽ ചർച്ചയാവും. ദേശീയ തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഒരുങ്ങുമ്പോഴും സംസ്ഥാനത്ത് തന്നെ ചില ആശങ്കകൾ ബാക്കിയുണ്ട് ലീഗിന്. അതുകൂടി പരിഹരിക്കുന്നത് ദേശീയ കൗൺസിലിൽ ചർച്ചയാകും. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.